മടുത്തു ഞാൻ. വിശപ്പിന്റെ വിളി മാത്രം കേട്ടു തഴമ്പിച്ച രാപ്പകലുകൾ മാത്രമാണവർക്കു സ്വന്തം. രാപ്പകലുകൾ മാത്രമാണവർക്കു സ്വന്തം. ഒരു നേരമെങ്കിലും വയർ നിറയ്ക്കുവാൻ കനിവിൻ കരങ്ങളെ കാത്തിരിക്കുന്നവർ, കനിവിൻ കരങ്ങളെ കാത്തിരിക്കുന്നവർ. അവർക്കും ജീവിത സ്വപ്നങ്ങളുണ്ട്. നിറമാർന്ന സ്വപ്നങ്ങൾ കാണാൻ മോഹമുണ്ട്. നിറമാർന്ന സ്വപ്നങ്ങൾ കാണാൻ മോഹമുണ്ട്. വിശപ്പിനാൽ കത്തിയെരിയുന്ന വയറിനു മുന്നിൽ അവർ തൻ സ്വപ്നങ്ങളെന്നും നീർക്കുമിളകൾ പോലെ ഉണർന്നിരുന്നും സ്വപ്നങ്ങൾ കാണേണ്ട മിഴികളിൽ വിശപ്പു വിഷാദപ്പൂ പോലെ വാടി നിൽപ്പൂ. വിശപ്പ് വിഷാദപ്പൂ പോലെ വാടി നിൽപ്പൂ. അവരുടെ ചിന്തയിൽ ഒന്നു മാത്രം, നിറവും മണവും രുചിയുമില്ലെങ്കിലും കത്തിക്കയറും വിശപ്പിനെ ശമിപ്പിക്കാൻ അല്പമന്നം കിട്ടണം. 4ാം ക്ലാസ്സിലെ മലയാളം പാഠഭാഗത്തിലെ ഡോക്ടർ ശ്രീകുമാർ എഴുതിയ വിശപ്പ് എന്ന കഥയുടെ ദൃശ്യാവിഷ്കാരം വിശന്ന് ജീവിക്കുവാൻ വിധിക്കപ്പെട്ട നിസ്സഹായരായ മനുഷ്യർക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും മാരകമായ അവസ്ഥ വിശപ്പും ഏറ്റവും പുണ്യമായ പ്രവൃത്തി എന്നത് വിശക്കുന്നവന് ആഹാരം കൊടുക്കുന്നതുമാണ്.